ഓഗസ്റ്റ് 15 ക്രിപ്റ്റോ ലോകത്തിന് അല്ലെങ്കിൽ ബിറ്റ്കോയിൻ അല്ലെങ്കിൽ ആൾകോയിൻ ലോകത്തിന് വലിയൊരു ഇമ്പോർട്ടന്റ് ദിവസമാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ഓഗസ്റ്റ് 15 ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് അവരുടെ CPI റിപ്പോർട്ട് റിലീസ് ചെയ്യണത്. CPI റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പലചരക്കിന്റെ വിലയും കുറവും അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പലചരക്കിന്റെ വില എത്രയധികം കയറി, ഇൻഫ്ലേറ്റ് ചെയ്തു അല്ലെങ്കിൽ എത്രയധികം കുറഞ്ഞു, ഡിഫ്ലേറ്റ് ചെയ്തു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. മനസ്സിലായ? CPI റിപ്പോർട്ടിൽ CPI ഇൻഡെക്സ് റേറ്റ് ആണ് പറയുക. CPI ഇൻഡെക്സ് റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രോളം റേറ്റിൽ കയറി എന്നാണ് അതിൽ പറയുന്നത്. എത്ര റേറ്റിൽ പലചരക്കിന്റെ വില കഴിഞ്ഞ മാസത്തിന് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തിന് ആപേക്ഷികമായിട്ട് എത്ര ശതമാനം ഭക്ഷണ പലഹാരത്തിന്റെയോ അല്ലെങ്കിൽ എനർജി പ്രൈസിന്റെയോ വില കയറി എന്നാണ് അതിൽ പറയുന്നത്. അപ്പൊ ഈ CPI റിപ്പോർട്ടാണ് നിശ്ചയിക്കുക ഈ വരുന്ന ബുൾറൺ ഉണ്ടാവും ഇല്ലേ എന്നൊക്കെ. അപ്പൊ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് റിപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് റിപ്പോർട്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഓഗസ്റ്റ് 15 ക്രിപ്റ്റോ ബുൾറണിന്റെ തുടക്കം കുറിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. വരുന്ന CPI റിപ്പോർട്ട് ഒപ്റ്റിമിസ്റ്റിക് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസിക്ക് ഫേവർ ചെയ്തിട്ടാണെന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസ്ഥകൾ നന്നായിക്കൊണ്ടിരിക്കുകയാണ് US താൽക്കാലികമായി നമുക്ക് പറയാം. എന്തുകൊണ്ടാണ് ഈ CPI അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കഴിഞ്ഞ മാസം നല്ലതാണുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. പല എക്കണോമിസ്റ്റുകളും പറയണത്, ഈ എക്കണോമിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ആൾക്കാരുണ്ട്. ഇതൊക്കെ നമ്മളുടെ ന്യൂസ് ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ റോയിറ്റേഴ്സ് പോൾ ചെയ്തിട്ടുള്ള എക്കണോമിസ്റ്റിന്റെ അഭിപ്രായമാണ് പറയുന്നത്. അവരെ എക്സ്പെക്ടേഷൻ ആണ് പറയുന്നത്. അവർ എക്സ്പെക്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന CPI റിപ്പോർട്ട് 3% നിന്ന് 2.9% മാറുന്ന പറയുന്നത് ജൂലൈയിൽ. അതെന്ന് വെച്ചാൽ ജൂണിൽ 3% ആണെങ്കിൽ ജൂലൈയിൽ 2.9% ആവുന്ന പറയുന്നത്. മനസ്സിലായത്? ഇത് ക്രിപ്റ്റോ ഇൻഡസ്ട്രിക്ക് നന്നായിട്ട് ഫേവർ ചെയ്യും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ കുറഞ്ഞു എന്ന് നമുക്ക് പറയാം. അപ്പൊ വലിയ രീതിയിലൊരു എഫക്ട് ഇല്ല എക്കോണമിയിൽ. മീൻസ് ഒരു റിസഷൻ വരാനുള്ള എഫക്ട് വരാൻ ചാൻസ് കുറവാണെന്ന് പറയുന്നത്. പിന്നെ കോർ CPI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോളറ്റൈൽ ഫുഡ്സും എനർജി പ്രൈസസും എക്സ്ക്ലൂഡ് ചെയ്തിട്ട്, ഇലക്ട്രിസിറ്റി ബിൽ അങ്ങനത്തെ ഇതൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ആണ് കോർ CPI പറയുന്നത്. അതും ചെറിയ രീതിയിൽ കുറയുണ്ടെന്നും പറയുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3.3% നിന്ന് 3.2% മാറുന്ന പറയുന്നത്. ഇതും നല്ലൊരു വാർത്തയാണ് അല്ലേ? ആണ്, നല്ലൊരു വാർത്തയാണ്. നിങ്ങൾ കാര്യം മനസ്സിലാക്കാം, ഇത് സിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഇൻഡെക്സ് ആണ് പറയുന്നത്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ് പറയുന്നത്. അപ്പൊ ഇതൊരു കുറച്ചു കൂട്ടം ആൾക്കാരുടെ അല്ലെങ്കിൽ അർബൻ ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാരുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ് അവർ പറയുന്നത്. മനസ്സിലായി? അപ്പൊ സിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ഗ്രോസറിയുടെ പ്രൈസിന്റെ ഇൻക്രീസും കുറവൊക്കെയാണ് ഇതിൽ പറയണത്. ബേസിക്കലി ഗ്രോസറിയുടെ പ്രൈസ് ഓൺ ആവറേജ് ഒരു പല ചരക്കുകളുടെ പ്രൈസ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ കുറഞ്ഞു എന്നാണ് അർത്ഥം. പല ഇതെടുക്കും, ഗുഡ്സുകൾ എടുക്കും, എന്നിട്ട് നോക്കും, ആവറേജ് ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കുറഞ്ഞോ ഇല്ലേന്ന്. അത് നമ്മൾ എങ്ങനെയാണ് ആവറേജ് ചെയ്യുക? മുമ്പത്തെ മാസം എടുത്തിട്ട് ഇപ്പോഴത്തെ മാസം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കറിയാം. മനസ്സിലായില്ല? പിന്നെ ഇപ്പൊ ബിറ്റ്കോയിൻ കയറാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ബിറ്റ്കോയിൻ കയറാനുള്ള കാരണം, ബിറ്റ്കോയിൻ കുറയാനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കണം. ബിറ്റ്കോയിൻ കുറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ റിലീസ് ചെയ്ത റിപ്പോർട്ട് കാരണമാണ്. ഏത് റിപ്പോർട്ട്? എംപ്ലോയ്മെന്റ് റിപ്പോർട്ട്. ആ എംപ്ലോയ്മെന്റ് റിപ്പോർട്ടിലാണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് അവർ റിലീസ് ചെയ്തത്. അത് 4.1 4.3% എന്ന് പറഞ്ഞത്. ഇത് ഭയങ്കര ബെയറിഷ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടി എന്നാണ് പറയുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എംപ്ലോയ്മെന്റ് റേറ്റ് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് പുറത്തേക്ക് വിടുമ്പോൾ അത് റിപ്പോർട്ടഡ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് റേറ്റ് ആണ് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് നമ്പർ ആണെന്ന് മനസ്സിലാക്കണം. മനസ്സിലായി? അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുതലായിരിക്കും കുറവായിരിക്കും നമുക്കറിയില്ല. അത് അവർ റിപ്പോർട്ട് ചെയ്ത ആൾക്കാർ അനുസരിച്ചിരിക്കും. മീൻസ് റിപ്പോർട്ട് ചെയ്യാത്ത കാര്യം നമുക്ക് അറിയില്ലല്ലോ. അത് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ശരി, ഇതൊരു നല്ല ന്യൂസ് ആയിരുന്നില്ല. മീൻസ് എക്കോണമി വരെ മോശമായി എന്നുള്ളൊരു ഇമേജ് ആയിരുന്നു അന്ന് വന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4.1% 4.3% ആയിട്ട് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടി എന്ന് പറയുമ്പോൾ ആ ആഴ്ചക്ക് ശേഷം ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് അവരുടെ ജോബ്ലെസ് ക്ലെയിംസിന്റെ റിപ്പോർട്ട് അവർ ഇറക്കി. ആ റിപ്പോർട്ടിൽ ഏകദേശം 2,50,000-ഓളം പേര് ജോബ് ഇല്ലാന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു ഡാറ്റ കിട്ടിയിരുന്നു. പക്ഷെ ആ ആഴ്ചക്ക് ശേഷം ആ ജോബ്ലെസ് ക്ലെയിംസിന്റെ റിപ്പോർട്ട് കുറഞ്ഞു. അത് 2,33,000 കുറഞ്ഞു. ഇതൊരു നല്ല റിലീഫായിരുന്നു. ഈ ഗുഡ് ന്യൂസ് കാരണം കൊണ്ടാണ് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് പമ്പ് ചെയ്തത്. മനസ്സിലായി? ഈ 17,000-ഓളം ജോബ്ലെസ് ക്ലെയിംസിൽ റിഡക്ഷൻ കാരണം ബേസിക്കലി അതുകൊണ്ടാണ് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് വീണ്ടും പമ്പ് ചെയ്തതെന്ന് നമുക്ക് പറയാം. ഇത് മാത്രമല്ല കാരണം, പല കാരണങ്ങളും ഉണ്ട്. പക്ഷെ ഇതൊരു മേജർ കാരണമാണ് നമുക്ക് പറയാം. നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റില്ല, എന്നാലും പറയാം. ഇതൊരു നല്ല ന്യൂസാണ്. പക്ഷെ ഇതിനെക്കാട്ടും വലിയൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം വരാൻ പോണ ഫെഡ് റേറ്റ് കട്ടിന്റെ ന്യൂസാണ്. അതൊരു വലിയ ന്യൂസ് തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ഫെഡ് ഏകദേശം 0.50% റേറ്റ് കട്ട് വരുന്ന പറയുന്നത്. അന്ന്
കുറെ പേര് പറയുന്നുണ്ട്, കുറെ ബാങ്കുകൾ. ആരൊക്കെയെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ING ബാങ്കും സിറ്റി ബാങ്കും പറയുന്നത് 0.5% റേറ്റ് കട്ട് വരുന്നു. പക്ഷെ ഗോൾഡ്മാൻ സാക്സും സൊസൈറ്റി ജനറൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 0.25% റിഡക്ഷൻ വരുള്ളൂ എന്ന് പറയുന്നത്. പോളി മാർക്കറ്റ് പോള് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സെവറൽ റേറ്റ് കട്ട് വരുന്നതാണ് ഈ മാസം എന്ന് അവർ പറയുന്നത്. എന്തായാലും ശരി, ഇതൊരു നല്ല ന്യൂസ് ആണ്. റിസഷൻ ഫിയേഴ്സ് ഇല്ല, പിന്നെ നല്ല റേറ്റ് കട്ടും കൂടി വരുമ്പോ നല്ല സ്പീഡിൽ ക്രിപ്റ്റോ കറൻസി കയറും. ആൾ കോയിൻ സീസൺ വരും ഇപ്പോഴത്തെ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, റിസഷൻ ഇല്ലെങ്കിൽ ഫെഡ് റേറ്റ് കട്ട് കൂടി വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും മാർക്കറ്റ് നല്ല രീതിയിൽ കയറുന്നു മനസ്സിലാക്കണം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡാറ്റ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നോക്ക്, ദ മോസ്റ്റ് റീസെന്റ് എക്സാമ്പിൾ ഈസ് ഇൻ March 2020 when the Fed slashed the official cash rate to zero due to the pandemic. In the aftermath, Bitcoin rose to a record high of $69,000 in 2021. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെഡ് റേറ്റ് കട്ട് സീറോ ആക്കിയപ്പോ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ, മീൻസ് ഒരു ജൂൺ ആ സമയത്തൊക്കെ ആകുമ്പോ $69,000 ആയി ബിറ്റ്കോയിൻ കയറി. ആലോചിച്ചു, ഇതൊരു ആഫ്റ്റർ മാത്ത് ആണ്, ബൈ പ്രൊഡക്റ്റ് ആണ് ബേസിക്കലി ഫെഡ് റേറ്റ് കട്ട് നടത്തിയ. വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഈ ഷോർട്ട് ടേം ബോൺസിലും അല്ലെങ്കിൽ ഷോർട്ട് ടേം ഡെപ്റ്റുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ച കാശ്, ആ കാശ് അവർ വലിച്ചിട്ട് റിസ്കിയർ ആസറ്റിലേക്ക് അവർ മാറ്റും. ഈ ഷോർട്ട് ടേം ബോണ്ടും അല്ലെങ്കിൽ ഈ ഷോർട്ട് ടേം ഡെപ്റ്റിലേക്ക് മാറ്റാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സേഫ് ആണ്, റിസ്ക് കുറവാണ്, ഹൈ ലിക്വിഡിറ്റി ഉണ്ട്, അതുകൊണ്ട് മനസ്സിലായോ. പിന്നെ ഈൽഡ് ഭയങ്കര കൂടുതലായിരിക്കും. വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സേഫ് ആയിട്ട് കാശ് കിട്ടുന്ന ഒരു പരിപാടിയാണ്, മനസ്സിലായോ. ഇതെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്കോണമിയിൽ നിന്ന് ഇൻഫ്ലേഷൻ കാരണം ഉണ്ടായ കാശ് തിരിച്ച് എക്കോണമിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റേറ്റ് കട്ടിന് ശേഷം ഈ കാശ് മുഴുവനും തിരിച്ച് ഹൈ റിസ്ക് ആസറ്റിലേക്ക് മാറും, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോകും. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ പോകുമ്പോൾ അത് പമ്പ് ചെയ്യും, ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് നന്നായി പമ്പ് ചെയ്യും, മനസ്സിലായോ. പിന്നെ അടുത്ത എവിഡൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2019 റേറ്റ് കട്ടാണ്. അത് ജൂലൈയിൽ സെപ്റ്റംബർ ഒക്ടോബറിലായിട്ടാണ് നടന്നത്. അന്ന് ബിറ്റ്കോയിൻ 90% കയറിയെന്നാ പറയുന്നത്. പിന്നെ ഫെഡ് റേറ്റ് കൂട്ടിയപ്പോ അത് 2022 കുറഞ്ഞു, മീൻസ് ബിറ്റ്കോയിൻ 65% കുറഞ്ഞു. പിന്നെ നമ്മൾ ആലോചിക്കേണ്ട, ബിറ്റ്കോയിൻ പോയിട്ടുണ്ടെങ്കിൽ അടിക്ക് ആയിട്ടുണ്ടെങ്കിൽ ആൾ കോയിൻ പിന്നെ ചത്തു എന്ന് പറയുന്ന പോലെ. മീൻസ് കാർഡ് കോയിന് പിന്നെ വലിയ റോളൊന്നും ഇല്ല. ആൾ കോയിൻ നല്ല രീതിയിൽ കിട്ടിയും ബിറ്റ്കോയിൻ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ. അത് നിങ്ങൾ മനസ്സിലാക്കണം. മീൻസ് ബിറ്റ്കോയിന് ഒരു വലിയ വോളി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ആൾ കോയിനിലേക്ക് അവർ കാശ് മാറ്റും ബേസിക്കലി. വെച്ചിട്ടുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ കയറുന്നതനുസരിച്ച് ബിറ്റ്കോയിൻ എന്നുള്ള കാശ് എടുത്ത് ആൾ കോയിനിലേക്ക് മാറ്റാണ് പൊതുവെ ചെയ്യുക ആൾക്കാർ. ഈ ട്രെൻഡ് മാറുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഇനി മാറാനുള്ള ചാൻസ് ഉണ്ട്, മനസ്സിലായി. ഇനി വരാൻ പോണ പ്രൊജക്റ്റുകളൊക്കെ കാരണം കൊണ്ട് ചിലപ്പോൾ ആൾക്കാർ ഈ പ്രൊജക്റ്റിനോടുള്ള ഇൻട്രസ്റ്റ് കാരണം ചിലപ്പോൾ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് ചിലപ്പോൾ ആൾ കോയിനിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യാം. എന്തോ പക്ഷെ ഇതൊരു നല്ല ന്യൂസ് ആണ് ക്രിപ്റ്റോ കറൻസി ലോകത്ത്, നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞു, വൺ റീസൺ വൈ ക്രിപ്റ്റോ കറൻസീസ് മൈ ഡു വെൽ when the Fed starts cutting rates is the significant amount of money in the bond market. Money market funds currently hold over $6.2 trillion, where investors are earning over 5% annually. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണി മാർക്കറ്റ് ഫണ്ടിൽ നിന്ന് അവർ കാശ് മാറ്റി, മണി മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ ആലോചിച്ചൊക്കെ ഷോർട്ട് ടേം ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യുന്ന ഗവൺമെന്റ് ആയിരിക്കാം, കോർപ്പറേറ്റുകൾ ഇഷ്യൂ ചെയ്യേണ്ടതായിരിക്കും ഡെപ്റ്റ്. ഈ ഡെപ്റ്റ് പബ്ലിക്കിന് വാങ്ങിയവർക്ക് വെക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇമീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഡെപ്റ്റാണ് ബേസിക്കലി. എന്ന് വെച്ചാൽ അവർ വാങ്ങിയാണെങ്കിൽ അവർക്ക് ലിക്വിഡിറ്റി കിട്ടും ഓപ്പറേഷൻസ് ഒക്കെ നടത്താൻ, മനസ്സിലായത്. അത് പല കാരണങ്ങളുണ്ട്. കോർപ്പറേഷൻ ആണെങ്കിൽ അതിന് ഓപ്പറേഷൻ നടത്താനും, ഗവൺമെന്റ് ആണെങ്കിൽ ഗവൺമെന്റിന് പെട്ടെന്ന് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു മാർഗമാണ് ബേസിക്കലി. അവർക്ക് ലിക്വിഡിറ്റി എക്കോണമിയിൽ നിന്നുള്ള അനാവശ്യമായ കാശ്, എക്സ്ട്രാ അടിച്ചുണ്ടാക്കിയ കാശ് തിരിച്ച് ഗവൺമെന്റിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴിയാണ് ബേസിക്കലി. അപ്പൊ എക്സസ് കാശ് എക്കോണമിയിൽ നിന്ന് തിരിച്ച് ഗവൺമെന്റിലേക്ക് വരും. അപ്പൊ എക്കോണമിയിലെ ഇൻഫ്ലേഷൻ കുറച്ചും കൂടി കൺട്രോൾ ഉണ്ടാവും, മനസ്സിലായി. പ്രൈസസ് ഒക്കെ കുറയും സാധനങ്ങളുടെ. അതൊരു മാർഗമാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഏകദേശം $6.2 trillion മണി മാർക്കറ്റ് ഫണ്ട്സിൽ ഉണ്ട്. അത് 5% വെച്ച് ആനുവലി അവർക്ക് കിട്ടുന്ന പറയുന്നത്, മീൻസ് ആ മണി മാർക്കറ്റ് ഫണ്ടിൽ നിന്ന് 6.2 trillion. അത് എന്താ പറ്റാ, ഈ ഫെഡ് റേറ്റ് കട്ട് വന്നാൽ അത് തിരിച്ച് സ്റ്റോക്സിൽ ക്രിപ്റ്റോ കറൻസിയിലേക്ക് പോവും, ഈ റിസ്കിയർ അസറ്റ്സിലേക്ക് പോവും, മനസ്സിലായോ. പോയി കഴിഞ്ഞാൽ കാശിന് പമ്പ് ചെയ്ത് കയറും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ബിറ്റ്കോയിനിലൊക്കെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ ഹെഡ്ജ് ചെയ്യാന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇൻഫ്ലേഷൻ കാലഘട്ടത്തിൽ ബിറ്റ്കോയിൻ അത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്യണില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഇൻഫ്ലേഷൻ കാലഘട്ടത്തിൽ എല്ലാവരും ആശ്രയിച്ചത് ഗവൺമെന്റിൽ തന്നെയാണ്. അവര് കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ ഗവൺമെന്റ് തന്നെ വേണ്ട, കാശ് മൂലം ഗവൺമെന്റിലേക്ക് തന്നെ പോയിരുന്നു, മനസ്സിലായോ. അവര് ബിറ്റ്കോയിൻ റിസ്കി ആസറ്റ് ആയിട്ട് കണക്കാക്കണം, അല്ലാണ്ട് ഇൻഫ്ലേഷൻ ഹെഡ്ജ് ചെയ്യുന്ന ഒരു ആസറ്റ് ആയിട്ട് കണക്കാക്കണില്ല ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അവര് ബിറ്റ്കോയിൻ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയെന്നേ, ചെയ്യണില്ലേ. പക്ഷെ അവർക്കറിയാം കുറച്ചുകൂടി സേഫാ ഗവൺമെന്റിലാണ്, കുറച്ചും കൂടി സേഫ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ഷോർട്ട് ടേം ഡെപ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഫണ്ട് സേഫ് ആവുന്നവർക്ക് അറിയാം. സേഫ്റ്റി ഉണ്ട്, സേഫ്റ്റി ഈസ് ഇമ്പോർട്ടന്റ്. സേഫ്റ്റിയും ഹൈ ഇടുവാണെങ്കിൽ അതാണ് അവർ ചൂസ് ചെയ്യും, മനസ്സിലായോ. പക്ഷെ ബിറ്റ്കോയിനിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യണില്ലേ. ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അവർ ഇപ്പോഴും റിസ്കി അസറ്റ് ആയിട്ട് കണക്കാക്കും. വിർച്വൽ ഗോൾഡാന്ന് പറഞ്ഞാൽ ചിലവർ പറയുന്നത് അതിന് യൂസ്ലെസ് ആണെന്ന് പറയുന്നത്. എന്തായാലും ശരി, മനസ്സിലാക്കേണ്ട കാര്യം കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റേറ്റ് കട്ടിന് ശേഷം ബിറ്റ്കോയിൻ മാർക്കറ്റ് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് അല്ലെങ്കിൽ ആൾട്ട് കോയിൻസ് അവരൊക്കെ പമ്പ് ചെയ്ത് കയറും.
അത് ജൂലൈ വരെ പമ്പ് ചെയ്യാം ബേസിക്കലി. പിന്നെ അടുത്ത ന്യൂസ്, ഇത് അടിപൊളി ന്യൂസ് ആണ്. ഇത് പുട്ടിനെ കുറിച്ചാണ്, അല്ല ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് തന്നെയാണ്, പക്ഷെ ഇത് ക്രിപ്റ്റോ മൈനിങ്ങിനെ കുറിച്ചാണ്. നമ്മുടെ വ്ളാഡിമിർ പുടിൻ ലീഗലൈസ് ചെയ്യാണ് എന്ത്, ക്രിപ്റ്റോ മൈനിങ്. ഈ ലീഗലൈസേഷൻ കൊണ്ട് ആർക്കൊക്കെ ഗുണകരമാവുമെന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ, എല്ലാവർക്കും ഗുണകരമാവും. ബേസിക്കലി ആർക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം. ഇത് കമ്പനികൾക്ക് ഗുണകരവും, അവർക്ക് വേണമെങ്കിൽ ക്രിപ്റ്റോ മൈനിങ് നടത്താം. എന്റർപ്രണേഴ്സിന് ഗുണം, സോൾ പ്രൊപ്പറേറ്റർ ആവാം, അവർക്കൊക്കെ ഗുണകരമാവും. ബേസിക്കലി എന്തായാലും ഏതൊരു വ്യക്തിക്കും ഗുണകരമാവും. പക്ഷെ അവർ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഈ ക്രിപ്റ്റോ മൈനിങ് ചെയ്യണമെങ്കിൽ അവർ റഷ്യൻ ഗവൺമെന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം, അത്രേ ഉള്ളൂ. എല്ലാവർക്കും അല്ലത് എന്റർപ്രണേഴ്സിനും കോർപ്പറേഷൻസും അങ്ങനത്തെ ലീഗൽ എന്റിറ്റീസുകൾക്ക് മാത്രം ബേസിക്കലി രജിസ്ട്രേഷൻ. അല്ലാത്തവർക്ക് രജിസ്ട്രേഷൻ ആവശ്യമില്ല. അല്ലാത്തവർക്ക് ഒരു ലിമിറ്റ് വരെ, ഒരു എനർജി ലിമിറ്റ് വരെ അവർക്ക് ക്രിപ്റ്റോ മൈനിങ് നടത്താം. അതൊക്കെ മേലെ പോയാൽ നോ ക്രിപ്റ്റോ മൈനിങ്. മനസ്സിലായോ? അതും നല്ലൊരു ന്യൂസ് ആണ്. ബേസിക്കലി നല്ലൊരു കാര്യമാണ് അവർ ചെയ്തത്. മനസ്സിലായോ? പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ റഷ്യൻ ഗവൺമെന്റ് ക്രിപ്റ്റോ മൈനിങ് ഒക്കെ നടത്താൻ സമ്മതിക്കും, പക്ഷെ അവര് ട്രാൻസാക്ഷൻ നടത്താൻ സമ്മതിക്കില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് വേറെ വ്യക്തിക്ക് അവര് P2P രീതിയിൽ ട്രാൻസാക്ഷൻ നടത്താൻ സമ്മതിക്കാൻ സാധ്യതയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ബാങ്കാണ് മുഖ്യം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിന് അറിയണം എന്താ പറ്റണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. റഷ്യൻ ഗവൺമെന്റ് അറിയണ കാര്യങ്ങളായിരിക്കണം അല്ലാതും റഷ്യൻ ബാങ്കിന് ത്രട്ടൺ ചെയ്യുന്ന ഒരു കാര്യം അവർ ചെയ്യുക. ഇന്റർമീഡിയറ്റ് റഷ്യൻ ബാങ്ക് വേണം, അല്ലെങ്കിൽ അവരുടെ അടിയിലുള്ള ബാങ്കുകൾ വേണം. പിയർ ടു പിയർ മോഡൽസും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും അറിയില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ നടത്തിയ ആർക്ക് കിട്ടിയെന്ന്. അതൊന്നും അവർ സമ്മതിക്കില്ല. ബേസിക്കലി പബ്ലിക് ലെജർ ആണെങ്കിൽ കണ്ടെത്താൻ പറ്റിയിരിക്കും, പക്ഷെ എന്നാലും അവർക്ക് പെട്ടെന്ന് അറിയാം എന്താ നടക്കണം എന്നൊക്കെ. P2P മോഡൽ ഒന്നും പുട്ടിന് അംഗീകരിച്ച് കൊടുക്കുന്നെങ്കിൽ തോന്നണല്ലേ. അവരുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് ബാധകമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടും. അതാണ് അത് അംഗീകരിച്ചു കൊടുക്കില്ല. അവർ ട്രേഡ് ചെയ്യാനൊക്കെ അംഗീകരിച്ചു തരും. പിന്നെ അവർ ഫോറിൻ കറൻസിക്ക് ഇഷ്യൂ ചെയ്യാൻ അംഗീകരിച്ചു തരും. അവരുടെ സ്വന്തം റഷ്യൻ ബ്ലോക്ക് ചെയിൻ പ്ലാറ്റ്ഫോംസിലൊക്കെ ഇഷ്യൂ ചെയ്യാൻ അംഗീകരിച്ചു തരും. പക്ഷെ ആ ഡിജിറ്റൽ കറൻസി അവരുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് ത്രട്ടൺ ചെയ്യുന്ന രീതിയിൽ അവരുന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഗവൺമെന്റ് സ്വതന്ത്രമായിട്ട് ട്രാൻസാക്ഷൻ നടത്താൻ അവർ അംഗീകരിച്ചു കൊടുക്കില്ല. മനസ്സിലായോ? അതൊക്കെ റഷ്യൻ ഗവൺമെന്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യണം. അല്ലാണ്ട് ഗവൺമെന്റിന് ത്രട്ടൺ ചെയ്യുന്ന രീതിയിലൊന്നും അവര് സമ്മതിച്ചു കൊടുക്കില്ല. കാരണം നിങ്ങൾ ആലോചിച്ചു, ഏത് ഗവൺമെന്റാണ് അംഗീകരിച്ചെടുക്കുക അവരുടെ നേഷനെതിരായിട്ട് ട്രാൻസാക്ട് ചെയ്യുന്ന സിസ്റ്റംസ് ഒക്കെ? വ്ളാഡിമിർ പുടിനെ സമ്മതിച്ചിട്ട് അവിടെ എന്താ നടക്കണം എന്നൊക്കെ ആൾക്കറിയണം. അതിനെതിരായിട്ട് ആളൊന്നും സമ്മതിക്കില്ല, അത്രേ ഉള്ളൂ. ഭാവിയിൽ ഇപ്പൊ ഇത് അംഗീകരിച്ചു എന്നൊക്കെ വരാം. ബേസിക്കലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സർക്കുലേഷൻ ഓഫ് ഡിജിറ്റൽ കറൻസീസിൽ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫ്രെയിം വർക്ക് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, ഒരു ലീഗൽ ഫ്രെയിം വർക്ക് ഉണ്ടോ? മീൻസ് ഒരു ഉഡായിപ്പ് രീതിയിൽ ക്രിപ്റ്റോ കറൻസി സർക്കുലേറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലീഗൽ ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ? ആ ഫ്രെയിം വർക്ക് അനുസരിച്ചിട്ട് മാത്രം അത് ട്രാൻസാക്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ സെൻഡ് ചെയ്യാൻ പാടുള്ളൂ ഡിജിറ്റൽ കറൻസീസ്. ഇതൊക്കെ ഗവൺമെന്റിന്റെ റൂൾസും നോംസും അനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യുള്ളൂ. അല്ലാണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല നടക്കും. ബേസിക്കലി ഗവൺമെന്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് രണ്ട് ജനങ്ങളുടെ അല്ലെങ്കിൽ കൂട്ട ആൾക്കാര് അവരുടെ സ്വന്തം ക്രിപ്റ്റോ കറൻസി ഒക്കെ ട്രേഡ് ചെയ്യാൻ പോസിബിൾ അല്ല. പക്ഷെ ഇതൊക്കെ സംഭവിക്കും. ഭാവിയിൽ സർക്കുലേഷൻ ഒക്കെ ഉണ്ടാവും. ഭാവിയിൽ കമ്പൗണ്ട് കറൻസി ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ട്. മീൻസ് നമ്മുടെ ഇഷ്ടമുള്ള കറൻസി ഒക്കെ വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാം, സംഭവിക്കാം. പക്ഷെ അതൊക്കെ ഗവേണൻസ് സിസ്റ്റത്തിന്റെ അടിയിലായിരിക്കും വർക്ക് ചെയ്യുക. ചിലപ്പോൾ അത് ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കാം ഗവേണൻസ് സിസ്റ്റം, നമുക്കറിയില്ല. പക്ഷെ താൽക്കാലികമായിട്ട് എന്ത് സംഭവിക്കാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാവും. ആ ഫ്രെയിം വർക്കിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും സർക്കുലേഷൻ ഉണ്ടാവുക ഡിജിറ്റൽ കറൻസി. മനസ്സിലായോ? അത്രേ ഉള്ളൂ സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ എന്തായാലും ശരി, ക്രിപ്റ്റോ ലോകം പമ്പ് ചെയ്യാൻ പോവുക. വെച്ചിട്ട് വളരെ രീതിയിൽ പമ്പ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ആലോചിക്കാം, പമ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കാശ് മാറ്റി വെക്കണം, വിൽക്കണം. ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാൻ പാടില്ല. ഒരു 5x 10x ഒക്കെ അടിക്കുമ്പോൾ കുറച്ചങ്ങോട്ട് വിൽക്കുക, കാശ് മാറ്റി വയ്ക്കുക, മിണ്ടാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. കയറുന്നതിനനുസരിച്ചിട്ട് പോയിന്റ് എത്തുമ്പോൾ വിൽക്കുക. മനസ്സിലായി? നിങ്ങൾക്ക് അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിൽക്കാണ്ടിരിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഭാവിയിൽ ഒരു വലിയ രീതിയിൽ കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വിൽക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ വല്ല പ്രൊജക്റ്റുകൾ ഉണ്ടെന്ന് വെക്കി, മീൻസ് ഒരു പോയിന്റ് വിൽക്കാൻ, അതാണെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യുക. ഇത് അവിടെ കിടക്കട്ടെ എന്ന് വെക്കി. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ശരി, നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് അടിക്കാം. ഹാവ് എ നൈസ് ഡേ. അടുത്ത വീഡിയോ വരുന്നവരെ സെന്റിയൻസ് ഔട്ട്.